നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 21 വെള്ളിയാഴ്ച. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. UK, Ireland, Canada, USA, Spain, Singapore എന്നീ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന 1800+ hours വർക്ക് എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാരാണോ നിങ്ങൾ? മാർച്ച് 17 മുതൽ ആഫ്റ്റർ ഡയറക്റ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ആപ്ലിക്കേഷൻ അസിസ്റ്റൻസിനും പ്രോസസ്സിനും വേറെ ഒരിടത്തും പോകേണ്ട. യെസ്റ്റേ ഈസ് ഹിയർ. കോൺടാക്ട് യെസ്റ്റേ ഫോർ മോർ ഡീറ്റെയിൽസ്. പ്രതിരോധിച്ചില്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനുമായുള്ള സമാധാന കരാർ ലംഘിക്കുമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ മുന്നറിയിപ്പ് നൽകി. ലണ്ടനിൽ നോർത്ത്വുഡിലെ പെർമനന്റ് ജോയിന്റ് ആസ്ഥാനത്ത് മുതിർന്ന സൈനിക നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിക്കുവാനുള്ള ഏതൊരു കരാറും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ശാശ്വതമാകൂ എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കരാർ ലംഘിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന സുരക്ഷാ ക്രമീകരണങ്ങളിലൂടെ റഷ്യയെ വ്യക്തമാക്കുമെന്ന് സ്റ്റാമർ പറഞ്ഞു. 1.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം അധ്യയന വർഷം പൂർത്തിയാക്കാതെ പഠനം അവസാനിപ്പിച്ചതായി കണക്കുകൾ. 1,70,000 കുട്ടികൾക്ക് ഇംഗ്ലണ്ടിൽ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ കുറഞ്ഞത് പകുതി ക്ലാസെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. 2022-23 2.0% എന്ന കണക്കിൽ നിന്ന് 2.3% എന്ന നിലയിൽ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കോവിഡ് അടിച്ചുപൂട്ടലുകൾക്ക് ശേഷം ഇത്തരം ഉയർന്ന നിരക്ക് ഇതാദ്യമാണെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൾ കാണിക്കുന്നത്. ബർമിംഗ്ഹാമിലെ ബിംഗ് സ്ട്രൈക്ക് അവസാനിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ ഫലം കാണാതെ അവസാനിച്ചു. മാലിന്യ സംഭരണ തൊഴിലാളികൾ ശമ്പള വർദ്ധനവ് ഉയർത്തണമെന്ന ആവശ്യവുമായി ഈ മാസം ആദ്യം ആരംഭിച്ച സമരം ഒത്തുതീർപ്പാകാതെ തുടരുകയാണ്. നഗരത്തിലുടനീളം മാലിന്യങ്ങൾ കുന്നുകൂടിയതോടെ പണിമുടക്ക് ജനങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട്. ലേബർ കൌൺസിലിന് മാന്യമായ വേതന നിരക്ക് നൽകണമെന്നും ആവശ്യം അംഗീകരിക്കാതെ പണിമുടക്കിൽ നിന്നും പിന്മാറില്ലെന്നുമാണ് സമരക്കാരുടെ ആവശ്യം. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് UKയിലെ പലിശ നിരക്ക് 4.5% നിലനിർത്തി. പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ തുടരാനാണ് സാധ്യതയെന്ന സൂചനകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. നിലവിൽ പലിശ നിരക്കുകളിൽ കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിലും ഭാവിയിൽ കുറയുവാനുള്ള സാധ്യതയുണ്ടെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രൂ ബെയ്ലി പറഞ്ഞു. അടുത്ത മെയ് മാസത്തിൽ നടക്കാനിരിക്കുന്ന അവലോകന യോഗത്തിൽ തന്നെ നിരക്കുകൾ കുറയുവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ വർഷത്തെ ജേഴ്സി ഇന്റർനാഷണൽ എയർ ഡിസ്പ്ലേയിൽ റെഡ് ആരോസ് പങ്കെടുക്കും. സെപ്റ്റംബർ 11 നടക്കുന്ന ഷോയിൽ റാഫ് എയറോബാറ്റിക് ഡിസ്പ്ലേ ടീം പങ്കെടുക്കുമെന്ന് സംഘാടകൻ മൈക്ക് ഹിറ്റൻസ് പറഞ്ഞു. ഷെഡ്യൂളിംഗ് പ്രശ്നങ്ങൾ കാരണം റെഡ് ആരോസ് കഴിഞ്ഞ വർഷത്തെ ഇവന്റിൽ പങ്കെടുത്തിരുന്നില്ല. സെപ്റ്റംബർ 10 വൈകുന്നേരം 6:30 മുതൽ 8 മണി വരെ ഗുഡ്സി എയർ ഡിസ്പ്ലേയിലും റെഡ് ആരോസ് ദൃശ്യവിരുന്ന് ഒരുക്കും. റെഡ് ആരോസ് തങ്ങളുടെ 61ാമത് ഡിസ്പ്ലേ സീസണിനായി തയ്യാറെടുക്കുന്ന തിരക്കിലാണെന്നും സെപ്റ്റംബറിൽ ഗുഡ്സിയിലും ജേഴ്സിയിലും കാണികൾക്കായി പുതിയ ഷോ അവതരിപ്പിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ടീമിനെ നയിക്കുന്ന ജോൺ ബോൺ പറഞ്ഞു. അമിതഭാരം കയറ്റിവന്ന ബോട്ടിൽ ഇംഗ്ലീഷ് ചാനൽ കടക്കാൻ ശ്രമിച്ച ഒരു കുടിയേറ്റക്കാരൻ മരിച്ചു. 2 ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ കുടിയേറ്റക്കാരനാണ് ചേങ്ങൻ മുറിച്ചുകടക്ക് മരണപ്പെട്ടത്. ബുധനാഴ്ച രാത്രി ഡാൻകിർക്കിൽ നിന്ന് പുറപ്പെട്ട 80ഓളം ബോട്ടിൽ നിന്ന് 15 പേരടങ്ങുന്ന സംഘത്തിലാണ് ഇയാൾ ഉണ്ടായിരുന്നത് എന്ന് ഫ്രഞ്ച് കോസ്റ്റ് ഗാർഡ് പറഞ്ഞു. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെ കപ്പൽ കൂടുതൽ കുടിയേറ്റക്കാരെ കയറ്റിയ ഗ്രേവ് ലൈനടുത്ത് എത്തിയപ്പോഴാണ് തകരാർ സംഭവിച്ചത്. തുടർന്ന് ഉദ്യോഗസ്ഥർ 3 പേരെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കുകയും ബോട്ടിലുണ്ടായിരുന്ന മറ്റ് 12 പേരെ ഉടനെ ഒഴിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതായി കോസ്റ്റ് ഗാർഡ് പറഞ്ഞു. അബോധാവസ്ഥയിലായിരുന്ന കുടിയേറ്റക്കാരന് അടിയന്തര ചികിത്സ നൽകിയെങ്കിലും മരണപ്പെടുകയായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. ഇംഗ്ലണ്ടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പുതിയ മനുഷ്യനിർമ്മിത വനം സൃഷ്ടിക്കും. 2050ഓടെ 20 മീറ്ററോളം ദൂരത്തിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനാണ് തീരുമാനം. വിൽഷയർ, ഗ്ലൗസസ്റ്റർഷയർ, സോമർസെറ്റ്, ബ്രിസ്റ്റോൾ എന്നിവിടങ്ങളിലായി 2500 ഹെക്ടർ വിസ്തൃതിയിൽ വെസ്റ്റേൺ ഫോറസ്റ്റ് പ്രവർത്തിക്കും. വന്യജീവികളെ വർദ്ധിപ്പിക്കുന്നതിനും കാലാവസ്ഥാ പ്രതിസന്ധി ലഘൂകരിക്കാൻ സഹായിക്കുന്നതിനുമായി വനപ്രദേശങ്ങളും വൃക്ഷങ്ങളും വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. 2024ലും UKയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിച്ചത് ബ്രിട്ടീഷ് മ്യൂസിയം ആയിരുന്നുവെന്ന് ഔദ്യോഗിക കണക്കുകൾ വെളിപ്പെടുത്തുന്നു. തുടർച്ചയായി 2ാം വർഷവും UKയിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ മുഖ്യ ആകർഷണമായിരിക്കുകയാണ് ബ്രിട്ടീഷ് മ്യൂസിയം. 2024ൽ 64 ലക്ഷത്തിലധികം സന്ദർശകർ മ്യൂസിയത്തിലെത്തി. ഇത് 2023ലെ എണ്ണത്തേക്കാൾ 11% വർധനവാണ് കാണിക്കുന്നത്. നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലും സന്ദർശകരുടെ എണ്ണത്തിൽ 11% വർധനവും ഉണ്ടായിട്ടുണ്ട്. മൊത്തത്തിൽ UKയിലെ ഏറ്റവും ജനപ്രിയമായ ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ലണ്ടനിലെ പ്രസിദ്ധമായ മ്യൂസിയങ്ങൾ.
ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിനെതിരായ നാളത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെന്നൈയിലെത്തി. തമിഴ്നാട് മന്ത്രി പഴനിവേൽ ത്യാഗരാജന്റെ നേതൃത്വത്തിലുള്ള സംഘം മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. പയ്യന്നൂർ കൈതപ്രത്തെ കൊലപാതകം ആസൂത്രിതമെന്ന പോലീസ്. കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്താണ് സന്തോഷ് കൊലപാതകം നടത്തിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൊലപാതകത്തിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള വിശദമായ അന്വേഷണങ്ങൾ നടത്തുകയാണെന്ന് പോലീസ് അറിയിച്ചു. ഓണറേറിയം വർധനവ് അടക്കം ആവശ്യപ്പെട്ടിട്ടുള്ള ആശാവർക്കർമാരുടെ നിരാഹാര സമരം ഇന്ന് രണ്ടാം ദിനം. എം എ ബിന്ദു, കെ പി തങ്കമണി, ആർ ഷീജ എന്നിവരാണ് നിരാഹാര സമരം തുടരുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം ഇന്ന് 40ാം ദിവസമാണ്. നാദാപുരത്ത് +1 വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. കലാച്ചിയിലെ ഹോട്ടലിന് സമീപം വെച്ച് +2 വിദ്യാർത്ഥികൾ +1 വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത്. നാദാപുരം പേരൂട് MIM ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിക്കായിരുന്നു മർദ്ദനമേറ്റത്. താടി വെച്ചിട്ടില്ലെന്നും ഷർട്ടിന്റെ ബട്ടൺ ഇട്ടിട്ടില്ലെന്നും പറഞ്ഞായിരുന്നു ആക്രമണം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.